എനിക്ക് പാട്ടൊക്കെ ഓർമ്മ വരുന്നത്. ഏത് കുച്ച് പാട്ടാ? തോ ലോഗ് കഹേംഗെ ലോഗ് കാ കാം ഹൈ കഹന. അപ്പൊ അവരങ്ങനെ പറയും, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ ജീവിതം ജീവിച്ചു പോകൊണ്ട് പോകും. ഐശ്വര്യ, യെസ്. ഇപ്പോൾ ഐശ്വര്യ 8ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് അതെ സിനിമയിൽ വന്നതിന് ശേഷം. അതെ. അപ്പോൾ 25ാമത്തെ സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഈ ആ തഗ് ലൈഫ് അതെ അതെ. മണിരത്നം കമൽഹാസൻ നായകന് ശേഷം വരുന്ന സിനിമ വരുന്നു. ഹലോ മമ്മി മലയാളത്തിൽ വരുന്നു. അപ്പം ഈ അപ്പു മാത്തൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റിലൊക്കെ താഴെ എല്ലാവരും മാത്തനെ പറ്റി അപ്പുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സ് ഈ സിറ്റിയിലാണ്. ഐശ്വര്യ ആ ക്യാരക്ടേഴ്സിനെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഞാൻ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ്. ആസ് എ അതായത് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാറൊന്നുമില്ല. അത് അത് അവിടെ വെച്ച് ഡിറ്റാച്ച്ഡ് ആയി. അതിൽ നിന്ന് ആ ഒരു ഫിലിമിൽ നിന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. എനിക്ക് എപ്പോഴും ക്രോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് നോർത്തിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഞാനും ഫ്രണ്ട്സും കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അത് പാലത്തിൻ്റെ അവിടെയാണ് ഷൂട്ടിംഗ് നടന്നത്. അവിടെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, എവിടെയാണല്ലോ ആദ്യം ഷൂട്ട് നടന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ട് കാണാൻ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഫ്രണ്ടിനെ ഷൂട്ട് കാണാൻ ക്ഷണിക്കുന്നത് മായനദിയിലാണ്. അപ്പോൾ അതായത് സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ എന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ അവർക്കെന്തോ നമ്മുടെ യൂഷ്വൽ ഫ്രണ്ട് അല്ല, നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഫ്രണ്ട് അല്ല ഈ അഭിനയിക്കുന്നത്. അങ്ങനെ അങ്ങനെ പറഞ്ഞ കുറച്ച് ഓർമ്മകൾ അവിടെ പാസ് ചെയ്തപ്പോൾ വന്നിരുന്നു. അതല്ലാണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ്. സിനിമയോടും അത് ആ ക്രൂവിൽ വർക്ക് ചെയ്ത ടൊവിനോടാണെങ്കിലും ആഷിഖേട്ടനോടാണെങ്കിലും ശ്യാമേട്ടനോടാണെങ്കിലും ദിലീഷേട്ടനോടാണെങ്കിലും ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും. ഇപ്പോൾ EP നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട്, EP ആയിട്ട് നിന്ന് സന്ദീപ് ഉണ്ട്, എല്ലാവരും ആ സെറ്റിലുണ്ടായിരുന്ന ADs എല്ലാവരോടും ഒരു ഭയങ്കര നന്ദിയും കടപ്പാടും ഉണ്ട്. റെക്സ് വിജയനോട്. ഇപ്പം PS1 PS2 വന്നു, ഗാട്ടഗുസ്തി, അമ്മു, അങ്ങനെ ഈ സിനിമകളൊക്കെ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഐശ്വര്യ അഭിനയിക്കുന്നത് ഒരു സ്റ്റാർ എന്നൊരു എലമെൻ്റ് ഉണ്ട്. ഒരു സെലിബ്രിറ്റിയാണ്, ഒരു സ്റ്റാർ എലമെൻ്റ് ഉണ്ട്. അന്ന് മായാനദിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അന്ന് പെർഫോം ചെയ്യുന്നതും ഇപ്പം ഒരു സ്റ്റാർഡത്തിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? എനിക്കൊരിക്കലും ഞാനൊരു സെലിബ്രിറ്റിയാണ്, സ്റ്റാർ ആണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയണേ, എളിമ വാരി വിതറാൻ വേണ്ടി പറയുകയല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അതൊരു പെർസെപ്ഷൻ ആണല്ലോ, വേറെ ആൾക്കാരുടെ പെർസെപ്ഷനാണ്. ഒരു തേർഡ് പേഴ്സണിൽ നിന്നിട്ടല്ല ഞാൻ എൻ്റെ ലൈഫ് ജീവിക്കുന്നത്. ഞാൻ ഒരു സക്സസ് വരുമ്പോൾ ഉഫ് അടിപൊളിയായി എന്നൊന്നും ചിന്തിക്കാറൊന്നുമില്ല. എന്തെങ്കിലും സക്സസ് വന്നാൽ സന്തോഷം, അടിപൊളി. അതായത് താൻ അടിപൊളിയായി എന്നല്ല, ഓക്കെ അക്കാര്യം അത് സക്സസ് ആയി, ചെയ്ത കാര്യം സക്സസ് ആയി, അങ്ങനെ ചിന്തിക്കാറുള്ളൂ. അപ്പോഴും നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോവാന്നുള്ളത് തന്നെയാണ്. ആസ് എൻ ആക്ടർ ഞാൻ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രഷർ ആയിരിക്കുമ്പോൾ ആ പേടിയും പാനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും പേടിയും പാനിക്കും ഉണ്ട്. പക്ഷെ അത് ഓരോ സീൻ അപ്രോച്ച് ചെയ്യാനായിട്ടല്ല, അതിന് എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പോൾ കമൽഹാസനെ പോലെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് പാനിക്കുണ്ട്. ആദ്യം മണി സാറിൻ്റെ സെറ്റിൽ പോയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ മണി സാർ എനിക്കൊരു പാനിക്കായിരുന്നു. ഇംപ്രസ് ചെയ്യണം, അവർ വീണ്ടും വിളിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കമൽഹാസൻ സാറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സിനെ കാണുമ്പോൾ, ധനുഷിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ, ഇതൊക്കെ എനിക്ക് പാനിക് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അത് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ചാലഞ്ചസ് വരാറുണ്ട്, ഈ പാനിക്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി. ഞാൻ പറയണേ, നാട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് ഇനി ഒരുപാട് നന്നാവാനുണ്ടല്ലോ, അതെനിക്കും അറിയാം, ഇനി ഒരുപാട് നന്നാവാനുണ്ടല്ലോ. പക്ഷെ ഞാൻ നിന്നിരുന്ന സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഞാൻ അത്യാവശ്യം നല്ലോണം നന്നായി എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ കോൺഫിഡൻസിൻ്റെ കാര്യം പറയുമ്പോൾ ലാസ്റ്റ് ടൈം നമ്മളുടെ ഇൻ്റർവ്യൂവിൽ ഹെയർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞത് ഡ്രൈവിംഗ് പഠിച്ചത് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അത് ഞാൻ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറയാറുണ്ട്, ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറയാറുണ്ട്. ഡ്രൈവിംഗ് പഠിക്കുമ്പം കോൺഫിഡൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് ലൈഫിൽ കോൺഫിഡൻസ് ഉണ്ടായിട്ടുള്ള എലമെൻറ്റ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതെന്തൊക്കെയാണെന്ന് അറിയാനൊരാഗ്രഹം. എനിക്ക് ചില മൊമെൻറ്റ്സിൽ വരുന്ന, എനിക്ക് ചില സീൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന സീൻസ് ചെയ്ത് തീർക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും.
അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് അമ്മു എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഉം, ഉം, ഉം. ആ ഒരു എൻറ്റയർ ഫിലിം എനിക്ക് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്തും തെലുങ്കാണ് ആ സിനിമ, തെലുഗു അതെ. ആണ്. ഉം. തെലുഗു ലാംഗ്വേജ് എനിക്ക് അറിയാത്ത ലാംഗ്വേജ് ആണ്. അതിലൊരു ലീഡ് റോൾ ഫീമെയിൽ സെൻട്രിക് ഫിലിമാണ് എനിക്ക് കിട്ടിയത് ആമസോൺ പ്രൈമിൻ്റെ, വിച്ച് ഇസ് എ ഹ്യൂജ് ഡീൽ ഉം, ഫോർ മീ. ഉം, സ്റ്റോൺ ഉം. ബെഞ്ച് ആണ് പ്രൊഡ്യൂസർ, അതിലെ കാർത്തിക് സുബ്രാജ് പെർഫോമൻസ് സാറുണ്ട്, ഒരുപാട് ക്രിട്ടിക്കലി അക്ലൈംഡ് ഒരുപാടുള്ള. ആണ്. ഇപ്പോൾ കാർത്തിക് സുബ്രാജ് സാറ് ഈ കുട്ടിയെ വിളിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ഹി വാസ് ഷുവർ ദാറ്റ് ഞാൻ ജഗമേ തന്ത്രത്തിൽ പുള്ളി അക്കോർഡിംഗ് ടു ഹിം ഐ വാസ് എ ഗുഡ് ആക്ടർ, അതുകൊണ്ട് അല്ലാണ്ട് വിളിക്കില്ല. അപ്പം അത് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ള. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു തെലുഗുവിൽ പോകുമ്പോൾ ഫീമെയിൽ സെൻട്രിക് ആദ്യം തുടങ്ങിയാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിലിംസ് ചെയ്താൽ ഒരു നായകൻ നായിക അങ്ങനത്തെ റോൾസ്, ഹീറോ ഹീറോയിൻ റോൾസ്, ബബ്ലി ഹീറോയിൻ റോൾസ്, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഉം, ഉം, ഉം. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആക്ടറായിട്ട് പ്രൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഓക്കെ. ആൻഡ് മോസ്റ്റ്ലി ആ സമയത്ത് ഇൻറ്റൻസ് പടങ്ങൾ ചെയ്താലാണ് എൻ്റെ ഒരു വിചാരമായിരുന്നു കേട്ടോ, ഉം, ഉം. ഇൻറ്റൻസ് പടങ്ങൾ ചെയ്യുമ്പോൾ ഒരു സീരിയസ് ആക്ടറായിട്ട് കൺസിഡർ ചെയ്യപ്പെടും ഉം, ഉം, എന്നുള്ളത്. ഉം. അങ്ങനെ ഒരു നിലവിലൊരു സംഭവം ഉണ്ട്, അത്രയും ഇമോഷണൽ റോൾസ് പ്രോപ്പറായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഇമോഷൻ്റെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ഉം, ഉം, യൂഷ്വലി ഉം. അക്സെപ്റ്റ് ചെയ്യുക, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്തപ്പോൾ, അമ്മു ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി ആസ് ആൻ ആക്ടർ. ഓക്കെ, എന്നെ കൊണ്ട് കുറച്ചൊക്കെ പറ്റും, ലാംഗ്വേജ് അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടി. ഓവർ കോൺഫിഡൻസ് അല്ല ഞാൻ പറയുന്നത്, ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒന്നുമില്ലാണ്ട് നിന്നിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് അതെ. ആ ഒരു സന്തോഷം കിട്ടാൻ എനിക്ക് ഇറ്റ് വാസ് എ ബിഗ് ഡീൽ ഫോർ മീ. പിന്നെ പിന്നെ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത് എൻ്റെ അമ്മ ഒരിക്കലും ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. പുള്ളിക്കാരി ഇപ്പോഴും ഷീ ഹാസ് ഹർ ഡൗട്ട്സ്, സിനിമയിൽ നിൽക്കണോ, കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ വേണ്ടേ, ഇത് അത്ര സേഫ് അല്ല ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി. ഇപ്പോഴും എപ്പോഴും എപ്പോഴും പറയാറുണ്ട്, ഇൻ ദ സെൻസ് എപ്പോഴാണ് തീരുന്നതെന്ന് പറയാൻ അറിയില്ലല്ലോ. പറ്റില്ല. ഉം. നമ്മളൊരു ഞാണിന്മേൽ കളി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയല്ലേ. ചില ദിവസം നന്നായിട്ട് പോവും, ചില സമയം നന്നായിട്ട് പോവും. ഇപ്പോൾ ഹലോ മമ്മി ഇറങ്ങുമ്പോൾ ഹലോ മമ്മിക്ക് നല്ല റിസപ്ഷൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ അടുത്തുള്ള സ്നേഹം പെട്ടെന്ന് ഡൗൺ ആവും. ചിലപ്പോൾ അടുത്ത സിനിമയ്ക്ക് കോൾ വരാൻ താമസം എടുക്കും, ഒരു സിനിമ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ. എനിക്ക് കിങ് ഓഫ് കൊത്ത കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം എടുത്തു അടുത്തൊരു കോൾ വരാനായിട്ട്. അതിന്റെ അത് റിസൾട്ട്. ഈ ലാംഗ്വേജിൽ മാത്രമല്ല, തമിഴ് തെലുങ്കിലും ഒക്കെ അത് ബാധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ വാസ് ഓൾസോ ലിറ്റിൽ ഇമോഷണലി ഡൗൺ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദാറ്റ് പോയിന്റ് അമ്മ എൻ്റെ അടുത്ത്, അമ്മ കിങ് ഓഫ് കൊത്ത കണ്ടിട്ട് അമ്മയ്ക്ക് എൻ്റെ ആക്ടിങ്ങും സിനിമയും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത്, നീ എന്തിനാ പേടിക്കുന്നത്, അത് ഷീ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വൈ ഐ വാസ് പാനിക്കിങ് ഇത്രയും. സോ ആസ് എൻ ആക്ടർ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് ആ കോൺവെർസേഷനിൽ മനസ്സിലായി. നിനക്ക് എന്തായാലും പടം കിട്ടും, അത് പേടിച്ചിരിക്കേണ്ട കഥയൊന്നുമില്ല, നീ ചെയ്തതിൽ തെറ്റൊന്നുമില്ല, നീ നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു കോൺഫിഡൻസ് എൻ്റെ അമ്മ തന്നു. ലോകത്ത് വേറെ ആര് തന്നാലും എനിക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടില്ല. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കോൺഫിഡൻസ് തന്നെ. ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ ഈ നായകന് ശേഷം മണിരത്നം കമൽഹാസൻ സിനിമ വരുന്നു, അതിന്റെ പാട്ടാവുന്നു എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. കുഞ്ഞു റോളാ, പക്ഷെ ചെറിയ കാര്യമല്ല. അതായിരുന്നു ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അവരുടെ നിന്നുള്ള ലേണിംഗ് ഉണ്ടാവുമല്ലോ. മണി സാറിൻ്റെ നമ്മൾ ചെയ്യുന്ന ജോലി ഫോക്കസ് ചെയ്താൽ മതി, അത് മാത്രമേ സാറ് ചെയ്യാറുള്ളൂ. സാറ് ചെയ്യുന്ന കാര്യങ്ങൾ സാർ കറക്റ്റായിട്ട് ചെയ്യും. എപ്പോഴും സിനിമയെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഐ ഡോണ്ട് ഈവൻ തിങ്ക് പുള്ളി വേറെ എന്തിനെങ്കിലും പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന്. എപ്പോഴും ഒന്നീ റൈറ്റിംഗ് ആണ്, ഇല്ലെങ്കിൽ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ ചിന്തിക്കും, ഇല്ലെങ്കിൽ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കും. ഒരു സിനിമ കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഓക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് പോയിട്ട് വരാം, എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് വരാം, അങ്ങനത്തെ ആളല്ല. ഹീസ് ഇൻ ദി ഓഫീസ് നെക്സ്റ്റ് ഡേ. കുറച്ചധികം വർക്കഹോളിക്കാണ്. അപ്പോൾ വർക്കിനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും, അത് ഐ തിങ്ക് ഐ ലേൺ ഫ്രം ഹിം. കണ്ടുപഠിക്കുമല്ലോ നമ്മൾ, അങ്ങനെ കണ്ടുപഠിച്ച ഒരു കാര്യമാണ് കമൽഹാസൻ സർ. ഹീസ് എ വെരി വെരി ഫോക്കസ്ഡ് ആക്ടർ. ആക്ടിങ്ങിൽ മാത്രമല്ല, ആ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പുള്ളിക്ക് അറിയായിരിക്കും. ഞാൻ കണ്ടത് അതാണ്. എനിക്ക് കുറച്ച് ദിവസം ഈ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ കണ്ടത് സാറ് ഇപ്പോൾ ഒരു ആർട്ട് പ്രോപ്പർട്ടിയുടെ ഒരു ഇൻസ്റ്റലേഷനോ അങ്ങനെയാണെങ്കിൽ പോലും പുള്ളി അവിടെ പോയി അത് ശ്രദ്ധിക്കും, എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും, പുള്ളിയുടെ ഇൻപുട്സ് ഉണ്ടാവും. വെരി ക്യൂരിയസ്, വെരി വെരി ക്യൂരിയസ്. പിന്നെ എഡിറ്റ് ഒരു ഭാഗം പുള്ളിയുടെ തലയിൽ ഓടുന്നുണ്ടാവും, പുള്ളിയും ഡയറക്ടറാണല്ലോ. അപ്പോൾ എഡിറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് വല്ലതും ഇവിടുത്തെ എഡിറ്റും അവിടുത്തെ എഡിറ്റും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഇനിയും സാധ്യതകളുണ്ട്. ആസ് എൻ ആക്ടർ എനിക്കും
ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് വരുമ്പോൾ അതെ, എനിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആക്ടിങ്ങിലേക്ക് കടന്ന ശേഷം അത്യാവശ്യം പ്രോജക്റ്റൊക്കെ വന്ന് ഒരു പോപ്പുലാരിറ്റി വന്നതിന് ശേഷം ഈ പ്രൊഡക്ഷനിലേക്ക് നടിമാർ കണക്ട് ചെയ്യുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര റെയറാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. 2 സിനിമയുടെ പ്രൊഡക്ഷൻ്റെ പാർട്ടായി. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടിയത്? രണ്ടും ഇമോഷണൽ ഡിസിഷൻസ് ആയിരുന്നു. എനിക്ക് ബേസിക്കലി എനിക്ക് നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ. ഉം ഉം. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അത് ആ ട്രസ്റ്റിൻ്റെ മേലെയാണ് ഞാൻ, അതിന് പുറത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഗാർഗിയും കുമാരിയുമാണ് ഇൻവെസ്റ്റ് ചെയ്ത 2 സിനിമകൾ. രണ്ടും ഒരു ഭയങ്കര ഇമോഷണൽ ഡിസിഷനിലായിരുന്നു. ഒന്ന്, ഗാർഗിയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തുടക്കം മുതൽ അറിയാം. ആദ്യം മുതൽ നമ്മൾ ഐഡിയാസ് ബൗൺസ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് ഗാർഗി കണ്ടിട്ടുണ്ടോ? ഉം. അതിൻ്റെ അകത്തൊരു അതെ, ട്യൂഷൻ കണ്ടിട്ടുണ്ട് ടീച്ചറിന്റെ കണ്ടിട്ടുണ്ട്. ക്യാരക്ടർ വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ആണ്. ഓ ഓ ഓ. പിന്നെ മഞ്ഞ എന്ന് പറഞ്ഞ കളർ എനിക്ക് കുറെ കാലം ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ദേഷ്യമായിരുന്നു മഞ്ഞയോട്. ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാഡ് ടച്ചിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ വെയർ ചെയ്തിരുന്നത് ഒരു മെറൂൺ കളർ ഷർട്ട് വിത്ത് എ സിപ്പർ. എനിക്ക് ഇങ്ങനത്തെ അസോസിയേഷൻസ് ആണ്. എനിക്ക് കളേഴ്സ് ഭയങ്കര അസോസിയേഷൻ ആണ് ലൈഫിൽ. ഓക്കെ. മെറൂൺ ഷർട്ട്, ഒരു ഹാഫ് സ്ലീവ് ഷർട്ട് വിത്ത് എ സിപ്പർ ആൻഡ് യെല്ലോ സ്കേർട്ട് വിത്ത് സ്ട്രോബെറീസ് ഓൺ ഇറ്റ്. 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഇത് 2 സെപ്പറേറ്റ് ഇൻസിഡൻസ് ആണ്. ഞാൻ ഡയറക്ടറിനോട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് എ വുമൺ എന്നുള്ളത്. ഞാൻ ഔട്ട്ഗ്രോ ചെയ്തു അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ. പക്ഷേ ഈ കളേഴ്സും ഈ സംഭവങ്ങളും എൻ്റെ മനസ്സിൽ ഭയങ്കര, ആ ഇൻസിഡൻറ്റിൽ ഞാൻ കണ്ടിട്ടുള്ള വിഷ്വൽസ്, ആ സമയത്ത് ആ ഒരു കുഞ്ഞ് കണ്ടിട്ടുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തേക്ക് എനിക്ക് മഞ്ഞ കളർ ഇഷ്ടമല്ലായിരുന്നു. ലൈഫിൽ ഞാൻ മഞ്ഞ ഇടത്തേ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു ട്രോമ എന്ന് വിളിക്കാൻ പറ്റില്ല, ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഒന്നുമല്ല എന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് ഞാൻ മഞ്ഞ ഇടാൻ തുടങ്ങിയത്. സോ അങ്ങനെ ഒരു സ്റ്റോറി എനിക്കുണ്ടായിരുന്നു. ഈവൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറിൻ്റെ പേര് വരെ ഞാൻ അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഗൗതമോ അങ്ങനെ തന്നെയാണ് ചെയ്തത്, ഗാർഗിയുടെ ഡയറക്ടർ. ആൻഡ് ഐ എം ഹോപ്പിംഗ് നോബഡി വിൽ ഫിഗർ ചെയ്താലും അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള സാധനം. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ നൈസ് തിങ് ടു ഡു ടു എനി പേഴ്സൺ. ഇത്രയും പ്രായമുള്ള ഒരാൾ, ഞാൻ ആ ഇൻസിഡൻറ്റ് നടക്കുന്നത് 3rd സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. എക്സാക്ട്ലി അങ്ങനെയാണെന്നല്ല, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇത്രയും ഇമോഷൻസ് എൻ്റെ കോർ ഇമോഷൻസിൽ അല്ലെങ്കിൽ കോർ എക്സ്പീരിയൻസസിൽ കുറേ സാധനങ്ങളാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. അങ്ങനെ ഒരു സംഭവം. ഗൗതം ആസ് എ ഡയറക്ടർ എനിക്കുള്ള വിശ്വാസം. പദ്ദു എന്ന് പറഞ്ഞ ഞങ്ങളുടെ EP ഉണ്ട്, ഗാർഗിയിൽ വർക്ക് ചെയ്ത്. നമ്മുടെ എല്ലാ ഫിലിംസിലും പദ്ദു തന്നെയാണ് EP. പദ്ദുവിൻ്റെ അടുത്തുള്ള വിശ്വാസം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഗ്രോ ചെയ്യണം എന്നുള്ള കാര്യം. ഇത് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഇപ്പോൾ എന്നെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് തള്ളിവിടില്ല, അല്ലെങ്കിൽ എന്നെ പറ്റിക്കാനായിട്ട് അവരൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഗൗതം അന്ന് തന്ന വാക്കാണ്. ഒരു പെർട്ടിക്കുലർ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് പറയുന്നത്, നിങ്ങളുടെ ഷൂട്ടിംഗ് പരിപാടികൾ അല്ലെങ്കിൽ ഷൂട്ടിലേക്കുള്ള പരിപാടി, പ്രീ പ്രൊഡക്ഷൻ അത് നടക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇനിയും ഇപ്പോഴത്തേക്കുള്ള കാശ് ഇത്, പിന്നെ ബാക്കി കുറച്ചും കൂടി ഇടാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. വളരെ ഇമോഷണൽ ഡെസിഷനാണ്. കഥയോട്, ഗൗതമിനോട്, പിന്നെ ഈ സ്റ്റോറിയിൽ വരുന്ന എലിമെൻറ്റ്സ് എൻ്റെ പേഴ്സണൽ സംഭവങ്ങൾ കുറച്ചുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി കൊണ്ട്. ആൻഡ് ബേസിക്കലി അവർ അന്ന് പറഞ്ഞൊരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ 1 രൂപയെങ്കിലും ഞാൻ കൂടുതൽ തരും ഐശ്വര്യക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ ഒരു പ്രോമിസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർഗിയിൽ നിന്ന് വന്ന പ്രോഫിറ്റ് ഞാൻ ഇട്ട പൈസ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലാതെ പ്രോഫിറ്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനത് ഗൗതമിനോട് പറഞ്ഞാൽ അത് ഗൗതമിൻ്റെ എഫേർട്ടാണ്. അത് വീൽ സി അബൌട്ട് ഇറ്റ്. അത് നമുക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ളതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടേക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട്, അതായത് അത് വേറെ കാര്യങ്ങളാണ്, ബിസിനസ് തിങ്സ്. അത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാനിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കുമാരി അഗൈൻ അനദർ ഇമോഷണൽ ഡിസിഷൻ. പക്ഷെ കുമാരിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഗാർഗിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ജിജു ആണ് വൺ ഓഫ് ദ മെയിൻ പ്രൊഡ്യൂസേഴ്സ് കുമാരിയിലെ. ജിജു അഗൈൻ അനദർ പേഴ്സൺ ഐ ലവ്. ജിജുവിൻ്റെ അടുത്ത് എനിക്ക് എന്തും വന്ന് പറയാം, എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ആളിവിടെ ഇന്ത്യയിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും, അങ്ങനത്തെ അവസ്ഥയാണ്.
ആൻഡ് ജിജു വാസ് ദെയർ ഫോർ മീ. അതായത് ഇപ്പോൾ ജിജുവിന് കുമാരിയിൽ ലോസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഒരു രൂപ പോലും ലോസ് ആവാതെ ഇൻക്ലൂഡിങ് മൈ സാലറി എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കുമാരിയുടെ ഓ മെയിൻ പ്രൊഡ്യൂസേഴ്സ്. ഐ ജസ്റ്റ് ഹെൽപ്പ് ബിക്കോസ് ആ ഒരു സമയത്ത് നമുക്ക് ക്യാഷ് ഫ്ലോവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഡേറ്റ്സിൻ്റെ പ്രശ്നമാവും ഇവർ ഇത് ടൈമിന് തീർത്തില്ലെങ്കിൽ. അത്രയും ഇഷ്ടമുള്ള ഒരു കഥയാണ് എനിക്ക്. അങ്ങനെ ഒരു കഥയുടെ ഭാഗമാകണം എന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ശോഭന മാം ഒക്കെ കഥ കേൾക്കുമ്പോൾ ഫുൾ ഇമാജിനേഷൻ ശോഭന മാം ഇത് ചെയ്താൽ, കുമാരി ചെയ്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയാണ് ഞാൻ ഇമാജിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ആയി കാണണം എന്നുള്ള. എനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് കുമാരി ഞാൻ ചെയ്തതിൽ. ഈ ലേണിങ്സ് എപ്പോഴും സിനിമയ്ക്ക് അകത്ത് മാത്രമല്ല, ഹാ. സിനിമയ്ക്ക് പുറത്തും ലേണിങ്സ് ഉണ്ട്. ബേക്കിംഗ് പഠിക്കുന്നു ഇല്ലേ? അതെ 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 ബേക്കിംഗ്. ഞാൻ മേക്കിംഗ് എന്നൊക്കെ കേട്ടെ. ഞാൻ കുറച്ചു നേരം ഇല്ലല്ലോ ഞാൻ പോയില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഞാൻ ബേക്കിംഗ് പഠിക്കാൻ പോയി. പോട്രി ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തു, പോട്രി ഇഷ്ടപ്പെട്ടില്ല, പഠിക്കുന്നു. തീരെ വർക്കായില്ല, അത്രയും പേഷ്യൻസ് എനിക്കില്ല. ബട്ട് ബേക്കിംഗ് ഇസ് സംതിങ് ഐ എൻജോയ്. വേറെന്താ ഞാൻ പഠിക്കാൻ പോയി? ഞാൻ മെഡിറ്റേഷൻ യോഗ ഒക്കെ കുറച്ച് പഠിക്കാൻ പോയി. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു. മെഡിറ്റേഷൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നു. അതൊരു നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡ്. ഇങ്ങനെ ഫുൾ പ്രശ്നം ഉണ്ടായാലും ഒരു ഒരു ഇന്നർ സ്റ്റേബിൾ ലെവൽ ഓഫ് സമാധാനം കിട്ടും. പിന്നെ എന്താ, ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ്? നമുക്ക് മോഹൻലാൽ സാറൊക്കെ ഇടയ്ക്ക് ചില സിനിമ ചുമ്മാ എന്ന് പറയില്ലേ, അപ്പോൾ ഇവിടേക്ക് തിരിഞ്ഞു നിന്ന് അടിയുണ്ടാക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഫേസ് ചെയ്യുകയോ ചെയ്യാം, പക്ഷെ നമ്മുടെ ഇന്നർ സ്ഥലം അപ്പോഴും ചുമ്മാ കൂൾ അങ്ങനെ ഇരിക്കും. ആ സംഭവമാണ്. നമുക്ക് സ്ട്രെസ്സസ് അല്ലെങ്കിൽ ലൈഫിൽ മൾട്ടിപ്പിൾ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സിംപ്ലർ ആവും. അങ്ങനെ അല്ല, ഞാൻ വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ മെഡിറ്റേഷൻ്റെ ഒരു ഹാങ് കിട്ടി, എന്താണ് പരിപാടി എന്നുള്ളത് കിട്ടി. അപ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രാവിലെ 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് അതിലങ്ങ് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അത്രയും ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്ന ഒരാളാണ്. അതെ, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടും, കാരണം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും സെൻസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല. അല്ല, അതല്ലേ എനിക്കത് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ. സെൻസിറ്റീവ് ആകുമ്പോൾ എല്ലാ കാര്യത്തിനോടും സെൻസിറ്റീവാ. ചെറിയൊരു കാര്യം വന്നാലും റിയാക്ട് ചെയ്യുന്നത് എൻ്റെ കൺട്രോളിലാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ എം അവെയർ ഓഫ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൌണ്ട് മീ. ഐ പിക്കപ്പ് ഓൺ സ്മോൾ തിങ്സ്. എനിക്ക് നിങ്ങളുടെ ബിഹേവിയറിൽ നിന്ന് നിങ്ങൾ എന്താ, നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് വാൾ ഇടാൻ പറ്റും. ബട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലുള്ളത് എവിടെയെങ്കിലുമൊക്കെ ബിഹേവിയറിൽ കിട്ടും. നിങ്ങൾ പറയുന്ന യൂസ് ചെയ്യുന്ന ഒരു വാക്കിലോ അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യത. എനിക്ക് അതൊക്കെ പിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നൈസ്. കുഴപ്പമില്ല. അത് ആക്ച്വലി അഡ്വാൻറ്റേജിനെ വന്നിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് ഇട്ടിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും. ടേക്കിംഗ് എ സ്ലോ വാക്ക് ബാക്ക് ടു മൈസെൽഫ് എന്നുള്ള. ഓക്കെ. അത്തരം പിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ചില ഇമേജസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. സെലിബ്രിറ്റീസ് ഭയങ്കര ഹാപ്പി ഹാപ്പനിങ് ലൈഫാന്നുള്ളത് ബ്രേക്ക് ചെയ്യാണ്. റൈറ്റ്. സോറി, പ്ലീസ് കംപ്ലീറ്റ്. അതെങ്ങനെ തോന്നി അത് ചെയ്യണം എന്ന്? അതൊരു പൊട്ടിക്കരയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുണ്ട്. അതായത് ഞാനൊരു ഈ വർഷമാണ് ഒരു കാര്യത്തെപ്പറ്റി അവെയർ ആവുകയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് എന്നുള്ള കാര്യം അവെയർ ആവുകയും, ഞാൻ കരയുന്ന സമയത്തെല്ലാം ആ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ കരയുന്ന സമയത്തെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ വിൽ നോ ദ ഡേറ്റ്, ടൈം, ഒരു ഡോക്യുമെൻറ്റിങ് പോലെ എത്ര എന്നൊക്കെ കരഞ്ഞു, എപ്പോഴൊക്കെ കരഞ്ഞു, ഏതൊക്കെ ഇടവേളകളിൽ കരഞ്ഞു എന്നുള്ള രീതിയിൽ. ഐ ഹാഡ് ബാഡ് മൈഗ്രെയിൻസ്. ഞാൻ ഈ വർഷം ആ ഫോട്ടോയിലുണ്ട് ഒരു കയ്യിൽ ഇതായിട്ടുള്ള 1/1/24 ഞാൻ ഇവിടെയാണ് നമ്മുടെ എമർജൻസി കേരള മൈഗ്രെയിൻ കൂടിയിട്ട് ഞാൻ 1-ാം തീയതി തന്നെ ന്യൂ ഇയർ ആയിട്ട് പോയിരിക്കുകയാണ്. ആൻഡ് ഐ എം സോ വറിഡ് ബിക്കോസ് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ 1-ാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ എവറിബഡി തിങ്സ് ഇത് തലേദിവസം പാർട്ടി ചെയ്തത് കൂടിപ്പോയിട്ട് വരുന്ന ആളാണെന്നുള്ള. ആൻഡ് ബിക്കോസ് ഐ എം എ പബ്ലിക് ഫിഗർ, ഐ എം തിങ്കിങ് അവിടെയുള്ള കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് വല്ലതും ഇങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവർ ലൗഡ് സ്പീക്കർ വെച്ചു. അപ്പം ഞാൻ ഒരു പരിപാടിയില്ല, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ലൗഡ് സ്പീക്കറിൽ പാട്ട് വെച്ചതിൻ്റെ പുറത്താണ് എനിക്ക് അത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന സാധനമാണ്. എനിക്ക് പണ്ട് മുതലേ ഉണ്ട് മൈഗ്രെയിൻ, ഫൈനൽ ഇയർ മുതലുണ്ട്. 2023 ഇത് ഭയങ്കര വേഴ്സായി. ഇടയ്ക്കിടയ്ക്ക് ആൻഡ് എസ്പെഷ്യലി ഇത്രയും ഒരു ജൂൺ
ദിസ് ഇസ് ദ വേർസ്റ്റ്. ഡിസംബറിൽ ഞാൻ ഒരു ഡൈവിങ് ഇൻസ്ട്രക്ഷൻ അങ്ങനത്തെ ഒരു ക്ലാസ്സിന് പോയി, ഡൈവിങ് പഠിക്കാനായിട്ട് പോയി. തായ്ലൻഡിലാണ് പോയത്. അതിനുശേഷം ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ബാംഗ്ലൂർ ആശ്രമത്തിൽ അഡ്വാൻസ് മെഡിറ്റേഷൻ കോഴ്സിന് പോയി. ഓക്കെ. അവിടെ നിന്ന് ഈ മെഡിറ്റേഷന് പോയ ആൾ മെഡിറ്റേഷൻ ഇരിക്കാൻ വയ്യ, മൈഗ്രെയിൻ കൂടിയിട്ട് അവിടെ ലൗഡ് സ്പീക്കർ ഉണ്ട്. ഓ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്, കൊച്ചിയിലേക്ക് വന്നതാണ്. അവിടെ ഭയങ്കര വേഴ്സായി, ലൈക്ക് ഇഞ്ചക്ഷൻ എല്ലാ ദിവസവും മൈഗ്രെയിൻ മാറാനായിട്ട്. കൊച്ചിക്ക് വന്ന് അവിടെ ലൗഡ് സ്പീക്കർ, എവിടെ നോക്കിയാലും ലൗഡ് സ്പീക്കർ, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ 31st എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട് പോയി ചെന്ന്. 31st എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. 3 ദിവസമായിട്ട് നിൽക്കാണ്ട് വരും. അപ്പോൾ വാസോഗ്രെയിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വരുമ്പോൾ SOS ആയിട്ട് എടുക്കും. അതും ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ ഇവർ പറഞ്ഞു ഒന്ന് ഡോക്ടറിനെ പോയി കാണുക പറഞ്ഞിട്ട് 31st പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ന്യൂ ഇയർ ആണ്, ഞാൻ പോകത്തില്ല പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ദേഷ്യമല്ല, ഒരു ഇല്ല, ഞാൻ ന്യൂ ഇയർ ആയിട്ട് പോകത്തില്ല, എനിക്കറിയാം ഇവർ പോയാൽ എന്താ പറയുക എന്നുള്ളത്, ഞാൻ പോകത്തില്ല എന്ന്. കറക്റ്റായിട്ട് 1-ാം തീയതി ആയപ്പോൾ ഭയങ്കര ബാഡായി പോയി. ഡോക്ടറിനെ കാണുന്നു, വൊമിറ്റ് ചെയ്യുന്നു, അവിടെ ഒരു 7-8 മണിക്കൂർ അഡ്മിറ്റ് ആവുന്നു. നല്ല വൃത്തിയായിട്ട അവസ്ഥയായിരുന്നു. സോ അന്ന് എടുത്ത ഫോട്ടോ ആണ്. എൻ്റെ കൂടെ പഠിച്ച കുട്ടി അന്ന് കാഷ്വാലിറ്റിയിൽ ഡോക്ടറായിട്ടുണ്ട്. അവൾ എമർജൻസി മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. സോ ഷീ വാസ് ഓൾസോ ദെയർ. അപ്പോൾ അവൾ എടുത്ത് തന്ന ഫോട്ടോ ആണ് ഞാൻ ഇട്ടത്. സോ മൈ ജേർണി ആൻഡ് മൈഗ്രെയിൻ ഡസൻ ചുമ്മാ കം. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണ് മൈഗ്രെയിൻ, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണ്. പേഴ്സണൽ ലൈഫിലെ കുറച്ച് പ്രോബ്ലംസ് അത് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ശരിയാക്കണം. ആൻഡ് ദെൻ ഐ ലോസ്റ്റ് മൈ ഫ്രണ്ട്സ് മദർ ഇൻ ജാൻ. ഷീ വാസ് വെരി ക്ലോസ് ടു മീ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ പറയുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ ചില സമയത്ത് ചോദിക്കുക പോലും ചെയ്യില്ല, ലൈക്ക് ഷീ അക്സെപ്റ്റ്സ് അങ്ങനെ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് എ വെരി നൈസ് ടൈം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സർ, അത് ലാസ്റ്റ് ഇയറിൽ, ഐ ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ്. യാ, അങ്ങനെ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് സച്ച് എ ഗുഡ് ടൈം. നമുക്ക് സെൽഫ് അവെയർനെസ്സും ചിരിക്കണോ കരയണോ എന്നുള്ള ഡൗട്ടിൽ രണ്ടും കൂടി. നമ്മൾ അങ്ങനെ ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ പോകുമ്പോൾ പക്ഷേ നമുക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണം, സിനിമ ചെയ്യണം, പ്രോജക്ട്സ് ഉണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ആക്ച്വലി ആ സമയത്ത് സിനിമകളും വരുന്നുണ്ടായില്ല. സോ ദിസ് വാസ് എ വെരി ബിഗ് പ്രോബ്ലം ഫോർ മീ. സിനിമ നറേഷൻ പോലും വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഈ പറഞ്ഞ ഗൗതമിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, അപ്പോൾ യു ആർ നോട്ട് ആക്റ്റീവ്ലി ട്രൈങ്. അപ്പം ഞാൻ എങ്ങനെ ട്രൈ ചെയ്യാനാ, എനിക്ക് വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇങ്ങനത്തെ മൂഡിലായിരുന്നു. ആൻഡ് ഇവരാണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഞാനൊരു ഏജൻസിയുടെ അടുത്ത് കൊടുത്തു വർക്ക് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അങ്ങനെ കണക്റ്റ് ആവില്ല എന്ന് തോന്നിയിട്ട് ഞാനൊരു ഏജൻസി ഏൽപ്പിച്ചു. അപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആയി കാര്യങ്ങൾ. എനിക്കൊരു വിഷനുണ്ട്, ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്, ഇതിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്തെത്തിക്കണം. കുറച്ചും കൂടി ഡെലിഗേറ്റ് ചെയ്യാൻ. മറ്റേത് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാം ചെയ്യണം, ഞാൻ തന്നെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യണം, ഞാൻ തന്നെ നറേഷൻ കേൾക്കണം, ഞാൻ തന്നെ തീരുമാനിക്കണം. പ്രൊഡക്ഷൻ ഓൺ ആക്കണം. അല്ല, പ്രൊഡക്ഷൻ ഓൺ ആക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രോജക്ട്സ് എല്ലാം പ്രൊഡക്ഷൻ ഓണായി വന്നിരുന്നായിരുന്നു. അപ്പോൾ ആ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ടൊരു കഥ കേട്ട് അവരൊന്ന് മെൻറ്റർ ചെയ്ത് ഒരു സിനിമ ഫോമിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് ആളില്ല, എനിക്കൊരു ബേസ് സപ്പോർട്ടില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. ഇപ്പോൾ സ്റ്റെഫി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അവളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ ബിസിയാണ്. സ്റ്റെഫിക്ക് എന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഇപ്പോൾ ഗൗതം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന്, പുള്ളിക്ക് ഒരു കഥ വായിക്കാനുണ്ട്, ഇപ്പോൾ എഴുതിയ സാധനം വായിക്കാനുണ്ട്. ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ ഫോൺ എടുക്കാണ്ടിരിക്കും, ഇനി പണിയിട്ടു എന്നുള്ളത് അറിയാത്തതുകൊണ്ട്, കാരണം ഞാൻ വായിച്ചിട്ടില്ല. സോ എനിവേസ് ഐ റീസ്ട്രാറ്റജൈസ്ഡ്. കരിയർ ഡൗൺ ആയിട്ട് പോവാണ് എന്ന് എനിക്ക് തോന്നി. ദർ വാസ് എ പോയിന്റ് വേർ ഐ തോട്ട് ഇനി മുകളിലേക്ക് വരത്തേയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഓൾസോ ഐ വാസ് ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൾട്ട് ടൈംസ്. പിന്നെ ഇത് ഓരോ പോയിന്റിൽ നമ്മൾ നമ്മുടെ സന്തോഷം പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമല്ലോ. എൻ്റെ സന്തോഷത്തിന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ വർക്ക് ആവും എന്നുള്ളത്. ഐ എം നോട്ട് സീയിങ് ഇല്ലീഗൽ കാര്യങ്ങൾ, ഐ എം സീയിങ് ഇപ്പോൾ വണ്ണം വെക്കുന്നു എന്ന് തോന്നി ഒരു സമയത്ത്. ഇപ്പോൾ ഗാട്ട ഗുസ്തിക്ക് വേണ്ടി ഞാൻ ഒരു 10 കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആസ് ആൻ ആക്ടർ ഒരു പെർട്ടിക്കുലർ ഫിറ്റ്നസ് ലെവലിൽ ഇരിക്കേണ്ടത് ഞാനിപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇസ് നീഡഡ്. അത് ഞാൻ വിട്ടു ഇടയ്ക്ക്. ലൈഫിൽ പ്രാരാബ്ദങ്ങളായപ്പോൾ കുറച്ചൊന്ന് അഴിച്ചു വിട്ടായിരുന്നു. വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. കുറച്ചും കൂടി ഡയറ്റും ഫിറ്റ്നസ്സും ഒക്കെ നോക്കി.
പിന്നെ ഒരു ഏജ് ഒരു ഫാക്ടർ ആയിരുന്നു. ഐ വാസ് തിങ്കിങ് ഈശ്വര പ്രായം വരുന്നു എന്നുള്ള സാധനം. പിന്നെ അത് ഞാൻ ഐ ഡിസൈഡഡ് ടു ഫേസ് ഇറ്റ് ഹെഡ് ഓൺ. എന്താ വാട്ട് ഈസ് എ തിങ്, ഇപ്പോൾ തൃശ്യുണ്ട്, നയൻതാരയുണ്ട്, സമാന്തയുണ്ട്, ഓൾ ഓഫ് ദം ആർ നോട്ട് ഇൻ ദെയർ 20s ബട്ട് ദേ ആർ സ്റ്റിൽ റൂളിങ് ദെയർ ഇൻഡസ്ട്രി. അപ്പം അങ്ങനെ കുറച്ച് സമാധാനം കണ്ടെത്തി. പിന്നെ നമ്മൾ മാക്സിമം നന്നായിട്ടിരിക്കുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രോബ്ലം? പിന്നെ ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി എന്നല്ല, ഒരു ചെറിയ ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോയി. ഞാൻ 2-3 ഇടയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം പോയത് എനിക്ക് നല്ലോണം വർക്കായി. ആക്ടിങ് വർക്ക്ഷോപ്പിന് പോയി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഡയറക്ടേഴ്സാണെന്ന് തോന്നുന്നവരുടെ അടുത്ത് ഞാൻ വിളിച്ച് എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്, പ്ലീസ് ഡു കൺസിഡർ മീ, ഞാൻ ക്യാരക്ടറിന് നല്ലതാണെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങി. വാട്ട് എൽസ് ഡിഡ് ഐ ഡു? ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സോളോ ട്രിപ്സ് ഞാൻ പോയി ഇപ്പോൾ ഈ അടുത്ത്. എല്ലാം ഞാൻ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ പോയേ അവിടെ നിന്ന് പറയുള്ളൂ. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ട്രാവൽ ചെയ്യുന്നതും നേച്ചർ ഇങ്ങനെ കാണാൻ പോകുന്നതും പുതിയ ആൾക്കാരെ കാണുന്നത്, അത് ആ ഒരു സ്ഥലത്ത് നാട്ടുകാരെങ്ങനെ കാണുന്നത്, വെരി ക്യൂരിയസ്. ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ ആൾക്കാർക്ക്. ഇപ്പം ഐശ്വര്യ ഈ പറഞ്ഞതൊക്കെ ഉള്ളിൽ ഉള്ള തോട്ട്സാണ്, ഇന്നർ തോട്ട്സാണ്. പുറത്തുനിന്ന് നോക്കുമ്പം 8 വർഷം കൊണ്ട് 25 സിനിമകളിൽ കൂടുതൽ പല ലാംഗ്വേജസിൽ മണിരത്നം പോലുള്ള, കമൽഹാസൻ പോലുള്ള, അല്ലെങ്കിൽ എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൻ്റെയും കൂടെ അഭിനയിച്ച ഒരു ആക്ടർ ഒറ്റയ്ക്ക് അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോട്ട്സാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഓൾ ഹങ്കിഡോറി കളർഫുൾ ആയിട്ടുള്ള. എനിക്ക് ഉറപ്പാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആക്ടറിന് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എസ്പെഷ്യലി പബ്ലിക് ഐയിൽ ജീവിക്കുന്ന ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാടുണ്ട്. ചില സമയത്ത് വിചാരിക്കും എന്തെങ്കിലും ആവട്ടെ, എന്താന്ന് വെച്ചാൽ വിചാരിക്കും, പോകാൻ പറയും. പക്ഷെ അപ്പം ദർ ഇസ് ടു മച്ച് അറ്റ് സ്റ്റേക്ക്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോബ് വരെ അറ്റ് സ്റ്റേക്ക് ആണ്. ആ ലോൺലിനെസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പ് മിസ് ചെയ്യുന്നുണ്ട്? ഇല്ല, അത് മിസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോൺലിനെസ്സും ഇല്ല. ഐ എൻജോയ് ബീങ് അലോൺ. ആ ഒരു ഫേസിലേക്ക് എത്തി. ഇപ്പം മറ്റേ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ള മൂഡ്. അതെൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് പറയാറുണ്ട്, ഇതൊന്ന് അല്പം ടോൺ ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നാമതേ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതും കൂടി ആയാൽ പിന്നെ പിടിച്ച് ലൈക്ക് ഐ യൂഷ്വലി സേ പീപ്പിൾ ഡോണ്ട് ഫ്ലേർട്ട് വിത്ത് മീ എന്ന് പറയും. അത് കയ്യിലിരിപ്പുണ്ടാന്ന് ഇവർ പറഞ്ഞിട്ടു. പിന്നെ എനിക്ക് മനസ്സിലാവില്ല ഫ്ലേർട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോ ഒരു സമയം ഉണ്ടായിരുന്നു, പാർട്ട്ണർ വേണം. ഞാൻ പല പല ഫേസിലൂടെ പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഭയങ്കര ലവ് ഗേളാണ്, ആ ഒരു ആള് വേണം, ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഐ ഹാവ് കം ടു ഒരാളുണ്ടെങ്കിൽ കൊള്ളാം. ഇപ്പൊ പോയെ ഒരു ഹോപ്പും ഇല്ല, സന്തോഷമായിട്ട് ചെയ്യും. ഈശ്വര ഈ മാരേജിന് ഇത്രയും എഗെയിൻസ്റ്റ് ആണ് ആള്, കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. ഐശ്വര്യ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ അമ്മുവിലെ ക്യാരക്ടർ ആണെങ്കിലും, ഗാട്ടഗുസ്തിയിലെ ക്യാരക്ടർ, മായാനദിയിലെ ക്യാരക്ടർ, ഇതെല്ലാം ഒരു ഐശ്വര്യയുടെ 90% ക്യാരക്ടേഴ്സും ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് ആ ചെയ്ത സിനിമകളിൽ നിന്ന് ക്യാരക്ടേഴ്സ് ലൈഫിലേക്ക് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഐ തിങ്ക് എല്ലാ ക്യാരക്ടറിനും ഒരു 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 റെസിലിയൻസ് ഉണ്ട് ഞാൻ ചെയ്തതിൽ. ഇപ്പോൾ അർച്ചന 31 നോട്ട് ഔട്ടിലെ അർച്ചനയാണെങ്കിലും കുമാരി ആണെങ്കിലും പൂങ്കുഴലി ഈസ് ഐ തിങ്ക് ദ സെക്സിയസ്റ്റ് ക്യാരക്ടർ ഐ ഹവ് ഡൺ. ആ സമയത്ത് അവരത്രയും ലൈക്ക് ബോൾഡ് എന്ന് പറയുന്നത് ആ ഒരു രാത്രി കടല് ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ആ കര വരെ ഞാൻ തന്നെ തുഴഞ്ഞു കൊണ്ടുപോകും, കടലിൽ കൊണ്ടുപോകും, പ്രിൻസിനെ കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഡെക്കോയ്റ്റ്സോ അങ്ങനെ ഒന്നും പറയുന്നില്ല, പക്ഷെ ആളാരെന്ന് അങ്ങനെയല്ലല്ലോ, അവരൊറ്റയ്ക്കല്ലേ അത് ചെയ്യുന്നേ. അതൊരു വലിയൊരു സംഭവമല്ലേ, ആ ഒരു കടല ഒറ്റയ്ക്ക് താണ്ടി കടക്കുക എന്ന് പറയുന്നതൊക്കെ. അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. പൂങ്കുഴലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി വായിക്കുന്നതൊക്കെ ഭയങ്കര, നമ്മൾ ഡിസ്കഷൻസ് വരുമ്പോഴും തമിഴ് ആൾക്കാർക്ക് പൂങ്കുഴലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ് അവരുടെ ആ സീരീസിലെ.
അവരാണ് ലാസ്റ്റ് ക്വീൻ ആവുന്നത്. അപ്പോൾ പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സാറ് ഞാനും കൂടെ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമുണ്ട് പൂങ്കുഴലിയെ പറ്റിയിട്ട്. പൂങ്കുഴലി പറയുന്നത് എന്താ, ഒരു പോയിന്റിൽ ഓക്കെ ദിസ് ഗൈ ഹാസ് ടു ചൂസ് ദി അതർ ഗേൾ, പ്രിൻസസ് മാത്രമേ അവർക്ക് മാത്രമേ വാക്ക് കൊടുത്തതാണ്, ചൂസ് ചെയ്യണം. ഇവരെന്താ ചെയ്തേ, ഓക്കെ ഫൈൻ, ഇവൻ എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് പക്ഷേ ഒരു ലൈനുണ്ട്, എനിക്ക് പട്ടും പുടവയും അരൺമനയും വേണോ, കൊടുപ്പായ കൊടുക്രിയ അങ്ങനെ എന്തോ ഒരു സാധനം ചോദിക്കുന്നു, കൊടുപ്പായ എന്ന്. എനിക്ക് ഇതെല്ലാം വേണം, നീ തരുവോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി തിരിച്ച് പറയുന്നത് ഞാൻ സമാധാനം തരും എന്നാണ്, അമേദി തരും എന്നാണ് സേന്തനബുദ്ധന്റെ ക്യാരക്ടർ തിരിച്ച് പറയണേ. പുള്ളിക്കാരി ചിരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നതേ ഉള്ളൂ, പക്ഷെ ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ ഷീ ഈസ് ചൂസിങ് ഹിം. അതൊരു കട്ട് ഉണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടെ ബോട്ടിൽ ഒരുമിച്ച് പോകുന്ന ഒരു കട്ട് ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ വെക്കാനായിട്ട്. ഐ ഡോണ്ട് തിങ്ക് അതിലില്ല, സിനിമയിലില്ല, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സേന്തനബുദ്ധനെയാണ് ഇവള് ലാസ്റ്റ് ചൂസ് ചെയ്യുന്നത്. ഷീ ചൂസ് ദ മോർ പീസ്ഫുൾ ഓപ്ഷൻ എന്നുള്ളത്. അങ്ങനെ അപ്പൊ അതൊക്കെ അതിന്ന് കുറച്ച് കാര്യങ്ങൾ, ചോയ്സസിനെ പറ്റിയിട്ട് അതിൽ നമുക്ക് ലേണിംഗ് ഉണ്ടല്ലോ. വാട്ട് ഡിഡ് ഷീ വാണ്ടഡ് ദാറ്റ്, ദെൻ ഷീ ഫിഗേർഡ് ഓക്കെ ഈ മനുഷ്യൻ എനിക്ക് സമാധാനം തരും, ചിലപ്പോൾ സമാധാനമായിരിക്കും എനിക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ അവൾ ചൂസ് ചെയ്യുന്ന പോലെ ഉണ്ട്. അങ്ങനെ ക്യാരക്ടേഴ്സ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനത്തെ ക്യാരക്ടർ ട്രേറ്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ഇത് നോട്ടീസ് ചെയ്യും, ട്രേറ്റ്സ് നോട്ടീസ് ചെയ്യും. ഈ പൂങ്കുഴലിയെ പറ്റി പറയുമ്പോൾ ഐശ്വര്യ പറഞ്ഞിട്ടുള്ളത് പൂങ്കുഴലി സെക്സിയാണ്, കുറച്ചെങ്കിലും ഒരു ബോഡി കാണിക്കുന്ന ഒരു ക്യാരക്ടർ പൂങ്കുഴലിയാണ്. ആദ്യമായിട്ട് അങ്ങനെ സിനിമയിൽ ചെയ്യേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഹിബിഷൻസ് ഉണ്ടാവും, ഭയങ്കര ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. അതിനൊരു ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു ദിവസം മുന്നേ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, കാരണം കടലിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കോസ്റ്റ്യൂം ഇങ്ങനെ പോലും അല്ല. ഈ ആദ്യം ആക്ച്വലി നമുക്ക് ബ്ലൗസ് ഇല്ലാണ്ട് സാരി മാത്രമായിരുന്നു അതിലെ ഓപ്ഷൻ. അപ്പം എൻ്റെ പാനിക്കും കാര്യങ്ങളും കാരണമാണ് ആ ബ്ലൗസിൻ്റെ അഡിഷൻ വന്നത്. പിന്നെ ബ്ലൗസിന് ഒരു സ്ട്രാപ്പ് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തത് ഈ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നമുക്കൊരു പാനിക് ഉണ്ടല്ലോ, എനിക്കിത് പറ്റൂല, ഇതും വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവം. പിന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ അതങ്ങ് മാറുന്നു. ഇവിടെ ഒരാളും വേറെ വൾഗർ രീതിയിലല്ല കാണുന്നത്, സെറ്റിലുള്ളവർ കേട്ടോ, സെറ്റിലുള്ളവർ ആരും ഒരു വൾഗർ രീതിയിലല്ല കാണുന്നത്. ആൻഡ് ഷോട്ടിൻ്റെ സമയത്ത് മാത്രമേ ഞാനൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ആ ജാക്കറ്റ് മാറ്റുള്ളൂ. ആ ഷൂട്ടിംഗ് ഇതിലങ്ങ് പോയതാണ്. പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അത് ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും, അതിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇപ്പൊ എനിക്ക് ആ രീതിയിലുള്ള ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. ആസ് ആൻ ആക്ടർ ഐ ബിലീവ് എൻറ്റയറിറ്റി ഓഫ് ദ ബോഡി, മുടി മുതൽ നഖം വരെ എല്ലാം ഇസ് എ ടൂൾ ഫോർ മീ എന്ന് ബിലീവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടാണ്, പെട്ടെന്ന് ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു തെലുങ്ക് കമേഴ്ഷ്യൽ സിനിമ ഊവണ്ടവ മാവ പോലത്തെ ഒരു സോങ് വരികയാണ്, അത് ചെയ്യാനായിട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ സമയത്ത് പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. സമാന്ത 12 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ആ ഒരു പാട്ട് വരുന്നത്. 12 വർഷത്തെ അവരുടെ ഹാർഡ് വർക്കാണ് ആ ഒരു പാട്ടിലൂടെ അവർക്ക് ആ ഒരു പെട്ടെന്നൊരു റിവൈവൽ കൊടുക്കുന്നത്, അവരുടെ കരിയറിന് റിവൈവൽ കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു മാസം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത കാര്യമല്ല. സോ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതും, പിന്നെ ആ ഇൻഹിബിഷൻസ് ഒക്കെ പോയി. നമ്മൾ പെട്ടെന്നൊരു ഞാനൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഈ ഡ്രസ്സ് മുട്ടുവരെ നീളമുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്തിനാ ഇതിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ദുപ്പട്ട ഇട്ടിട്ട് ചുരിദാർ ഇടാവുള്ളൂ എന്ന് പറയുന്ന ആളാണ്. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള ലേണിങ്സ് എന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും. ചില ദിവസം എനിക്ക് മുട്ടുവരെയുള്ളത് ഇടാൻ തോന്നിയാൽ ഞാൻ അതിടും. എനിക്ക് മിനി സ്കേർട്ട് ഒരു ദിവസം ഇടാൻ തോന്നിയാൽ ഞാൻ മിനി സ്കേർട്ട് ഇടും. എൻ്റെ ഇഷ്ടത്തിനാണ് എൻ്റെ ലൈഫ് ജീവിക്കേണ്ടത്, അതിലാർക്കും ഒരു സേ ഇല്ല എന്നുള്ളത് ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ ഞാൻ കുറച്ച് സമയം എടുത്തു. ഐ ഡോണ്ട് മീൻ എനി ഡിസ്റെസ്പെക്ട് ടു മൈ ഫാദർ. എൻ്റെ അപ്പന് പറഞ്ഞു കൊടുത്തിരുന്നത് പെൺകുട്ടികൾ അല്ലെങ്കിൽ അപ്പന് മനസ്സിലായത് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടാൽ അവർ സേഫ് ആയിരിക്കും, അവരുടെ ബോഡിയിലേക്ക് ആരും നോക്കില്ല എന്നുള്ളത്. ഞാൻ പറയണത് ബോഡിയിലേക്ക് നോക്കുന്നത് മറ്റൊരാളുടെ കണ്ണും അയാളുടെ ബ്രെയിനുമാണ്. അയാളുടെ ചിന്ത എനിക്ക് നന്നാക്കാൻ പറ്റില്ല, അയാളെ നന്നാക്കാൻ എനിക്ക് പറ്റില്ല. അയാൾ നോക്കണേന്ന് നോക്കിക്കോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം ജീവിക്കുന്നത്. നോക്കാനുള്ളവർ എന്തായാലും നോക്കും, പറയാനുള്ളവർ എന്തായാലും പറയും. എൻ്റെ സന്തോഷത്തിനും എൻ്റെ കംഫർട്ടിനും അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. ആസ് ലോങ് ആസ് ഐ എം നോട്ട് ഹേർട്ടിങ് എനിബഡി ഐ ഡോണ്ട് നീഡ് ടു കെയർ. ഈ ഹലോ മമ്മിയാണ് മലയാളത്തിൽ
അതെ, അടുത്ത നെക്സ്റ്റ് റിലീസ്. റിലീസ് അതിലൊരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മലയാളത്തിൽ ഭയങ്കര സെലക്റ്റീവ് ആണ് അതോ? അല്ല, മലയാളത്തിൽ നിന്ന് നല്ല പടങ്ങൾ വരാത്തോണ്ടാണ്. ഓക്കെ. മൊത്തത്തിൽ ഇപ്പോൾ കഥകൾ കേൾക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾക്കൊരു ഇപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷ കൊടുത്തതിന് ശേഷം ആളുകൾ ആ പ്രതീക്ഷയോടൊത്ത് ഉയർന്നില്ല എന്നുള്ള പേരിൽ നല്ലോണം വഴക്ക് പറഞ്ഞൊരു സിനിമയാണ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ സിനിമയ്ക്ക് സംഭവിച്ചത് എനിക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് പേര് അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു സിനിമയും എല്ലാവരും ഒരുപോലെ വിഷമത്തിലായ ഒരു സിനിമയുമാണ്. അപ്പം ആ സിനിമയുടെ ആ ഒരു വിഷമം മാറിയതിന് ശേഷം അതിൽ നിന്ന് പഠിക്കാനുള്ള അതിൽ നിന്നാണ് ഞാൻ റീസ്ട്രാറ്റജൈസേഷൻ ഒക്കെ നോക്കിയത്. കാരണം ആ ഒരു സിനിമ ഡൗൺ ആയാൽ എനിക്ക് കുറേ കാലത്തേക്ക് എനിക്ക് സിനിമകൾ ഉണ്ടായിരുന്നില്ല, ഒരു ലാംഗ്വേജിലും വരുന്നുണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് സ്വന്തമായിട്ടൊരു വിഷൻ വേണം, അത് ആദ്യം ഉണ്ടാക്കി. അതിന് പറ്റുന്ന ആളാണോ കൂടെയുള്ള ആളെന്ന് നോക്കി. പറ്റാത്തതുകൊണ്ട് മാനേജർ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ വെച്ചു, അവരുടെ അടുത്ത് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ മാക്സിമം ട്രൈ ചെയ്യുക. ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ട്രൈ ചെയ്യുക എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അഭിനയിക്കും. ഐശ്വര്യ എടുക്കുന്നുണ്ട്. ഇതൊരു സബ് കോൺഷ്യസ് എഫേർട്ടാണ് കേട്ടോ. എഫേർട്ടായിട്ട് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് മടുക്കും. ഇത് ഭാഗ്യത്തിന് ഇപ്പൊ നമ്മൾ കിട്ടുന്ന സിനിമകളാണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഇപ്പോൾ ഒരു സമയത്ത് ഞാൻ കേൾക്കുന്ന നെറേഷൻസ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അത് കാരണം ആ ഒരു എഫേർട്ട് എടുക്കുന്നതിൽ വിഷമം തോന്നില്ല. ഇൻ കേസ് ഇറ്റ് കംസ് ടു എ ടൈം വെൻ ഈ എഫേർട്ട് ഞാൻ എത്ര എടുത്തിട്ടും ഇതിന് തിരിച്ചൊരു ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു സംഭവം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ലുക്ക് ഫോർ അനദർ ഓപ്ഷൻ. ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി അതായത് ഒരു സ്ഥലത്തു നിന്ന് മാത്രം നമ്മൾ നമ്മുടെ ഒരു ലൈവ്ലിഹുഡ് തപ്പാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉൾപ്പെടെ തപ്പാൻ പാടില്ല എന്നുള്ള ഒരു ഐഡിയയിലാണ്. ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ അതിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അവിടെയാണ് ഡോക്ടർ അല്ല, അതായിരിക്കില്ലായിരിക്കും പ്ലാൻ. എനിക്കറിയില്ല. ഇത് ചിരിക്കുന്നത് അല്ല സോറി ഓക്കെ. അതായിരിക്കില്ലായിരിക്കും പ്ലാൻ. ഇപ്പം അത് ഒരു ഫുൾ ഫോംഡ് ആയിട്ടില്ല എക്സിറ്റ് സ്ട്രാറ്റജി. പക്ഷെ എന്തായാലും അതിനും പ്രിപ്പയർഡ് ആയിരിക്കും. അത് മനസ്സിലുണ്ട്, അങ്ങനെ വരുമായിരിക്കും. വന്നാൽ എന്താണ് ഫേസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലുണ്ട്. പുതിയ ടേക്ക് അവേസ് ഉണ്ടോ? പുതിയ ടേക്ക് അവേസ് ഇൻ ലൈഫിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും? എനിക്ക് പാട്ടൊക്കെ ഓർമ്മ വരുന്നത്. ഏത് പാട്ട്? ലോഗ് കഹേംഗേ ലോഗ് കാ കാം ഹൈ കഹന. അപ്പൊ അവരങ്ങനെ പറയും, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ ജീവിതം ജീവിച്ചു പോകൊണ്ട് പോകും. ഇത് ലൈഫിലും ആപ്ലിക്കബിൾ ആണ്. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു, യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് എന്നുള്ള സാധനം. ഇതിപ്പോൾ തൽക്കാലം വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ ഞാൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തൽക്കാലം വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിനു ഡൗൺ ആയി പോയല്ലോ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്. മിക്സ് ഓഫ് ഇമോഷൻസ്. ഓക്കെ.